മന്ത്രി ശ്രീ സജി ചെറിയാൻ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നു. മന്ത്രി വി എൻ വാസവിന് പിന്നാലെ പല പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുത്തൊരു അനുഭവത്തിൽ നിന്ന് ഞാൻ പല നേതാക്കളോടും ചോദിച്ച പോലെ മധുര എങ്ങനെയാണ് താങ്കളെ സംബന്ധിച്ച് മധുരതരവും വ്യത്യസ്തവുമാകുന്നത്? വർത്തമാനകാലത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സന്ദർഭത്തിലാണല്ലോ മധുര പാർട്ടി കോൺഗ്രസ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ നടന്ന പാർട്ടി കോൺഗ്രസുകളാണ് ഏറ്റവും കൂടുതൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. അതിൽ കുറച്ചുകൂടി ശക്തമായ തീവ്ര ഹിന്ദുത്വ രാഷ്ട്രീയം അപകടകരമായ സ്ഥിതിയിലേക്ക് രാജ്യത്ത് വളർന്നു വരുന്നൊരു ഘട്ടത്തിലാണ് മധുര പാർട്ടി കോൺഗ്രസ്. മറ്റു പാർട്ടി കോൺഗ്രസ് വ്യത്യസ്തമാണ്. കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കപ്പെടുന്ന സന്ദർഭത്തിലാണ് ഈ പാർട്ടി കോൺഗ്രസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ രാഷ്ട്രീയം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിലപാടുകൾ തീരുമാനങ്ങളായി. അതിനെ ഏറ്റവും നല്ല നിലയിൽ തന്നെ രാജ്യത്ത് നടപ്പാക്കാൻ കഴിയുന്ന പാർട്ടി ഓർഗനൈസേഷൻ, അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ചർച്ചകളും നടന്നു കഴിഞ്ഞു. ഇപ്പോൾ കേരളത്തിലെ അടക്കം ക്രൈസ്തവ സമൂഹം കുറെ കൂടി സംഘപരിവാറിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ്. ക്രൈസ്തവ സമൂഹത്തിലൊന്നും സംഘപരിവാറിനൊന്നും കയറാൻ പറ്റില്ല. അതൊക്കെ ഒന്നോ രണ്ടോ ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ എന്തെങ്കിലും നേട്ടങ്ങളുടെ ഭാഗമായി അല്ലെങ്കിൽ നേട്ടങ്ങൾ ലഭിക്കുമെന്ന് പറഞ്ഞ് BJPയുമായി ചേർന്ന് നിന്ന് പറയുന്നതൊന്നും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് അഭിപ്രായമായിട്ട് എന്തായാലും കാണണ്ട. അതിനപ്പുറം ചർച്ച് ബില്ല്, വ്യാപകമായി വരുന്ന ആക്രമണങ്ങൾ, അവരുടെ കോടാനുകൂടി സ്വത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ, അല്ലെങ്കിൽ അത് പ്രസിദ്ധപ്പെടുത്തി ഓർഗനൈസർ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ലാതെ അടിസ്ഥാനപരമായി RSSന്റെ രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വിരുദ്ധമാണല്ലോ, കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരുദ്ധമാണല്ലോ. അത് രാജ്യത്ത് നടപ്പാക്കാൻ വേണ്ടി 100 വർഷത്തെ RSSന്റെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ ഒരു ഭരണതലത്തിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. അതിപ്പോൾ വഖഫ് ബില്ലാണെങ്കിൽ നാളെ അത് ചർച്ച് ബില്ലായിട്ട് മാറും. അതാണ് ഒരു വസ്തുത. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പാർട്ടി സമ്മേളനമായിട്ടാണ് ഞാൻ ഈ പാർട്ടി സമ്മേളനം. നന്ദി ശ്രീ സജി ചെറിയാൻ.